ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ യൂണിറ്റ് 2-ലെ എ ജിംഗിൾ റൈഡ് എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? അപ്പം നമ്മുടെ കാട്ടിലെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു യാത്ര പോകാൻ പോവാണ്. അപ്പം ആ യാത്രയ്ക്ക് എന്ത് വേണം? വണ്ടി വേണം, അല്ലയോ? അപ്പം ആ വണ്ടിയുടെ കഥയും കുറേ ആനിമൽസിൻ്റെ ഒക്കെ ചേർന്ന ഒരു കഥയാണ്, ഒരു കുഞ്ഞ് സ്റ്റോറിയാണേ. നമുക്ക് കഥ വായിച്ചാലോ? എ ജംഗിൾ റൈഡ്. എ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. നോക്കി, ഒരു കരടിച്ചാര് പാട്ടൊക്കെ പാടി അങ്ങനെ കാട്ടിലൂടെ നടക്കുമായിരുന്നു. നോക്കി, അവൻ്റെ കൂടെ മറ്റേ ഏതോ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. നമുക്ക് കൂട്ടുകാരൻ്റെ വാലവിടെ കാണാനൊക്കുന്നുണ്ട്, ഇല്ലയോ? അപ്പോൾ ആ വാല് കണ്ടാൽ നിങ്ങൾക്കറിയാവോ ആരാത്? ഒരു ആനിമലാന്ന് തോന്നില്ലയോ? ആനിമൽസിനല്ലയോ വാലുള്ളത്? അപ്പോൾ ഏതോ ഒരു ആനിമലാണത്, ഇല്ലയോ? അപ്പോൾ നോക്കി, കരടി എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അത്? വാട്ട് ഈസ് ദാറ്റ്? എന്തോ ഒന്ന് കണ്ടു അവൻ ആ കാട്ടിലൂടെ അങ്ങനെ നടന്നു വന്നപ്പോൾ. അപ്പോൾ അത് കണ്ടുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദാറ്റ്? അതെന്താ അത്? എന്താ അതെന്ന് നമുക്ക് നോക്കിയാലോ? ഐ ഡോണ്ട് നോ. നോക്കിയേ, നമ്മുടെ കരടിയുടെ കൂടെ വന്നത് ആരായിരുന്നു? ഒരു ഫോക്സ് ആയിരുന്നു, ഇല്ലയോ? അവൻ്റെ വാലല്ലായിരുന്നു നമ്മൾ ആ ചെടിയുടെ ഇടയിലൂടെ കണ്ടത്. അപ്പം നോക്കിയേ, ഫോക്സ് ആയിരുന്നു, ഇല്ലയോ? അപ്പോൾ ബിയർ ചോദിക്കും, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഫോക്സ് എന്ത് പറയും? ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല. എന്താ? എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. അപ്പം നോക്കിയേ, ആ പുറകിലൂടെ ആരോ ഒന്ന് നടന്നു വരുന്നുണ്ട്, ഇല്ലയോ? അതാരാ? അത് നമ്മുടെ എലിഫൻ്റ് ആണ്, ഇല്ലയോ? എലിഫൻ്റ് ആന. അതാ ആന. അപ്പം ആന എന്തു പറയും? ഇറ്റ് ഈസ് എ കാർ. എന്താ? ഇറ്റ് ഈസ് എ കാർ. ഇത് കാറാകുന്നു, ഇതൊരു കാറാണ് എന്ന് അവൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഏതൊക്കെ കൂട്ടുകാരുണ്ട്? ബിയറുണ്ട്, ഫോക്സ് ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്, ഇല്ലയോ? ബിയറുണ്ട്, ഫോക്സ് ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇറ്റ് ഹാസ് നോ വീൽസ്, നോ ലൈറ്റ്സ്, നോ ഹോൺ. ഹൂ വിൽ റിപ്പയർ ദ കാർ? അപ്പം നോക്കിയേ, ആ കാറിന് എന്തൊക്കെയോ ഇല്ല, ഇല്ലയോ? നോക്കിയേ, നമ്മൾ ആ കാറ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ഇല്ലയോ? ഒരു കാറിൻ്റെ ഒന്നും ഷേപ്പില്ല, ഒരു പൊട്ടിപ്പറിഞ്ഞ് കിടക്കുന്ന ഒരു ഭംഗിയില്ലാത്ത ഒരു കാർ, ഇല്ലയോ? അപ്പം അതിന് എന്താണ് ഇല്ലാത്തതെന്നാണ് പറയുന്നത്? ഇറ്റ് ഹാസ് നോ വീൽസ്. കാറിന് എന്തില്ല? ഇതിന് വീലുകളില്ല, ഇല്ലയോ? വീലുകളുണ്ടോ? ചാട്. കാർ ഓടണമെങ്കിൽ എന്ത് വേണം? വീലുകൾ വേണം, ഇല്ലയോ? ഇറ്റ് ഹാസ് നോ വീൽസ്. ഇതിന് വീലുകളില്ല. നോ ലൈറ്റ്സ്. കാറിൻ്റെ ഫ്രണ്ടിൽ 2 ലൈറ്റുകളുണ്ട്, ഇല്ലയോ? ലൈറ്റുകളും ഇല്ല. നോ ഹോൺ. നോക്കിയേ, ഈ ഹോൺ ഉണ്ടോ കാറിന്? അതുമില്ല, ഇല്ലയോ? ഹൂ വിൽ റിപ്പയർ ദ കാർ? ഈ കാർ ആരാണ് റിപ്പയർ ചെയ്യുക? കൂട്ടുകാർ 3 പേരും ഇവിടെ ഇന്ന് പറയാം, അല്ലയോ? ബിയർ, ഫോക്സ്, എലിഫൻ്റ്, ഇവർ 3 പേരും ഉണ്ട്. ഇവർ 3 പേരോട് ഇങ്ങനെ നിന്ന് അത് കണ്ടുകൊണ്ട് പറയുകയാണ്, ഹൂ വിൽ റിപ്പയർ ദ കാർ? ഈ കാർ ഇനി ആരൊന്ന് ശരിയാക്കും? അപ്പോൾ നോക്കിയാൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടല്ലോ. ക്യാൻ യു റിപ്പയർ ദ കാർ? എലിഫൻ്റ് നമ്മുടെ മങ്കിയുടെ കൂടെ ചോദിക്കുവാണ്. കുരങ്ങൻ. മങ്കി ആരാ? കുരങ്ങൻ. നമ്മുടെ എലിഫൻ്റ് ചെന്നിട്ട് നമ്മുടെ മങ്കിച്ചാറിന് ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാറും വണ്ടിയൊക്കെ നമ്മൾ ശരിയാക്കുന്നത് എവിടാ? വർക്ക്ഷോപ്പിലാണ്. അപ്പം നമ്മുടെ മങ്കി ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എലിഫൻ്റ് മങ്കിയോട് ചോദിക്കും, ഈ കാറ് ഒന്ന് റിപ്പയർ ചെയ്ത് തരാമോ? ക്യാൻ യു റിപ്പയർ ദ കാർ? ഈ കാറൊന്ന് റിപ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പം നമ്മുടെ മെക്കാനിക്കായിട്ടുള്ള മങ്കി എന്തു പറയും? യെസ്, ഐ ക്യാൻ. ഞാനത് ശരിയാക്കി തരാട്ടോ എന്ന് പറയും. അപ്പോൾ എന്ത് പറയും? ക്യാൻ യു റിപ്പയർ ദ കാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എലിഫൻ്റ് ചോദിച്ചപ്പോഴത്തേക്ക് മങ്കി എന്ത് പറയും? യെസ്, ഐ ക്യാൻ. ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ എലിഫൻ്റ് എന്ത് പറയും?
ലെറ്റ് ആസ് ഗോ, അപ്പം നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കും. അങ്ങനെ നോക്കിക്കേ, നമ്മുടെ മങ്കിയുടെ ടൂൾസ് ബോക്സ് ഒക്കെ എലിഫൻ്റ് എടുത്ത് ദാണ്ട ഓയിലും ഒക്കെ ഉണ്ട്. ടൂൾസ് ബോക്സ്, ഓയിൽ, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ? നമ്മുടെ കാറ് ശരിയാക്കാൻ വേണ്ടിയുള്ളതാ അല്ലയോ? അങ്ങനെ നോക്കിയേ, ദ കാർ ഈസ് റെഡി. അങ്ങനെ നമ്മുടെ മങ്കി വന്ന് നമ്മുടെ കാറൊക്കെ എല്ലാം റെഡിയാക്കി, വീൽസൊക്കെ വെച്ച്, ലൈറ്റൊക്കെ വെച്ച്, ഹോൺസൊക്കെ വെച്ച്, അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് പറഞ്ഞു, ദ കാർ ഈസ് റെഡി, ഇപ്പോൾ ഈ കാറ് റെഡി ആയിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ മക്കളെ, ഇനി നോക്കിയേ, നൗ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ. അപ്പോൾ കാറൊക്കെ റെഡിയാക്കി അതിൻ്റെ എല്ലാ പാർട്സൊക്കെ വെച്ചു ഇല്ലയോ? ഇനി എന്താണ് അവർക്ക് വേണ്ടത്? നൗ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ. ഇനി ആരാ ഈ കാറൊന്ന് പെയിൻ്റ് അടിക്കുക? അപ്പോഴത്തേക്ക് നമ്മുടെ എലിഫൻ്റ് എന്ത് പറയും? ഐ വിൽ, ഞാൻ പെയിൻ്റ് അടിക്കാമെന്ന് പറയും, ഞാൻ ചെയ്യാമെന്ന് പറയും. എന്ത് പറയും? ഐ വിൽ, ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പം നമ്മുടെ ഫോക്സ് പറയും, ബട്ട് വെയർ ഈസ് ദ പെയിൻറ്റ്? പക്ഷേ എവിടെയാണ് പെയിൻറ്റ്? പെയിൻ്റ് ഇല്ലല്ലോ. ബട്ട് വെയർ ഈസ് ദ പെയിൻറ്റ്? എവിടെയാണ് പെയിൻറ്റ്? അപ്പം നമ്മുടെ രണ്ട് പാരറ്റ്സ് ഇല്ലയോ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇവരെ രണ്ടുപേര്. നമ്മുടെ രണ്ട് പാരറ്റ്സ് റെഡ് കളറിലുള്ള പെയിൻറ്റ് ബക്കറ്റുമായിട്ട് അവിടെ വരുമല്ലയോ. എന്നിട്ട് പറയും, ഹിയർ ഈസ് ദ പെയിൻറ്റ്, ഇവിടെയുണ്ട് പെയിൻറ്റ് എന്നവർ പറയില്ലയോ. അപ്പം നോക്കിയേ, ആ റെഡ് കളർ പെയിൻ്റാണ്, നമുക്ക് കളർ കാണുമ്പോൾ അറിയാമല്ലോ. രണ്ട് പാരറ്റ്സ് വന്ന് ആ പെയിൻറ്റ് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഹിയർ ഈസ് ദ പെയിൻറ്റ്, ഇവിടെയുണ്ട് പെയിൻറ്റ് എന്നവർ പറയും. ഓക്കെ, അങ്ങനെ നോക്കിയേ, നമ്മുടെ എലിഫൻ്റ് പെയിൻ്റ് അടിക്കുകയാണല്ലയോ. അപ്പോൾ ബിയർ എന്തോ പറയും? യു പെയിൻറ്റ് വെൽ, നീ നന്നായിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ എന്ന് എലിഫൻറ്റിനോട് പറയും. അപ്പോൾ എലിഫൻ്റ് എന്ത് പറയും? ഓ താങ്ക് യു. നമ്മളോട് ആരെങ്കിലും നല്ല കാര്യം പറയുമോ, അല്ലെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമൊക്കെ ചെയ്താൽ അവരോട് നമ്മൾ തിരിച്ചെന്ത് പറയണം? താങ്ക് യു എന്ന് പറയണം ഇല്ലയോ. ബിയർ എലിഫൻറ്റിൻ്റെ നല്ലതായിട്ട് പറഞ്ഞാണില്ലയോ, നീ നന്നായിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ടെന്ന് നല്ലതായിട്ട് പ്രശംസിച്ചതില്ലയോ. അപ്പോൾ എലിഫൻ്റ് എന്ത് പറയും? താങ്ക് യു പറയണം. അപ്പോൾ മക്കളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ, താങ്ക് യു പറയണം കേട്ടോ. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നാൽ എന്ത് പറയണം അവരോട്? താങ്ക് യു എന്ന് പറയണം. അടുത്തത് നോക്കിയേ, സ്റ്റാർട്ട് ദ കാർ. അങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്യാം. കം ലെറ്റ് അസ് ഗോ, വരൂ നമുക്കെല്ലാവർക്കും പോകാം. അങ്ങനെ അവർ കൂട്ടുകാരെല്ലാവരും ഒത്ത് ആ ജംഗിൾ ഒരു റൈഡ് നടത്താൻ പോവാണ്. ആരൊക്കെയുണ്ട്? ആരൊക്കെ കൂട്ടുകാരുണ്ട് അതിനകത്ത്? നമ്മുടെ ബിയറുണ്ട്, ഫോക്സ് ഉണ്ട്, മങ്കിയുണ്ട്, രണ്ട് ബേർഡ്സ് ഉണ്ട്, രണ്ട് കുഞ്ഞു ബേഡ്സുകൾ ആ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ടല്ലോ. ഇനി ആരാണ് ഇതിനകത്ത് ഇല്ലാത്തത്? നമ്മുടെ എലിഫൻ്റ് ഇല്ല അല്ലയോ. അവനിവിടെ പോയി. ദാ വരുന്നു, മീ ടു എന്നും പറഞ്ഞുകൊണ്ട് ദാണ്ട നമ്മുടെ എലിഫൻറ്റും ചാടി കാറിൽ കയറാൻ പോകുന്നു. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുമായിരിക്കും അവിടെ? നമ്മുടെ എലിഫൻ്റ് കാറിൽ കയറി എന്ത് സംഭവിക്കും? നമ്മുടെ കാറ് വേണ്ട മുകളോട്ട് പൊങ്ങുന്നില്ലയോ. അവൻ്റെ ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കാറ് മുകളോട്ട് പൊങ്ങി പോകുന്നില്ലയോ. ആ കാറ് പൊട്ടിപ്പോകും നമ്മുടെ എലിഫൻ്റ് കയറിയല്ലയോ. അപ്പം നല്ലൊരു സ്റ്റോറി അല്ലായിരുന്നോ? കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ സ്റ്റോറി? ഇനി നോക്കി ഇതിൻ്റെ താഴെയായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹൂ സെഡ് വാട്ട്, ആര് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. ആര് എന്ത് പറഞ്ഞു എന്നുള്ള നമ്മുടെ സ്റ്റോറിയിൽ ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറഞ്ഞ് അവരുടെ ഡയലോഗുകളുണ്ട് ഇല്ലയോ. അപ്പം അത് അവരുടെ പടത്തിനകത്തേക്ക്, അവരുടെ പിക്ചറിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, ഇവിടെ നമ്മുടെ പാരറ്റ് പറഞ്ഞത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് ദ പെയിൻറ്റ് എന്ന് ആരാ പറയുന്നത്? പാരറ്റ്സ് ആയിരുന്നു പറഞ്ഞത് ഇല്ലയോ. ഹിയർ ഈസ് ദ പെയിൻറ്റ് എന്ന് ആരാ പറഞ്ഞത്? രണ്ട് പാരറ്റുകളായിരുന്നു പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയോ, യു പെയിൻറ്റ് വെൽ എന്നാരാ പറഞ്ഞത്? യു പെയിൻറ്റ് വെൽ എന്നാരാണ് പറഞ്ഞത്? നമ്മുടെ ബിയർ എലിഫൻറ്റിനോട് പറഞ്ഞതായിരുന്നു ഇല്ലയോ, യു പെയിൻറ്റ് വെൽ എന്ന്. അപ്പം നമുക്ക് ബിയറിലേക്ക് അത് വരച്ചു കൊടുക്കണം. വേർ ഈസ് ദ പെയിൻറ്റ് എന്ന് പറഞ്ഞത് ആരാ? വേർ ഈസ് ദ പെയിൻറ്റ് എന്നാരാ പറഞ്ഞത്? നമ്മുടെ ഫോക്സ് ആണ് പറഞ്ഞത് ഇല്ലയോ. വേർ ഈസ് ദ പെയിൻറ്റ്, എവിടെയാണ് പെയിൻറ്റ് എന്ന് പറഞ്ഞു ഇല്ലയോ. ഇനി അടുത്ത നോക്കിയേ, ദ കാർ ഈസ് റെഡി എന്ന് പറഞ്ഞതാരാ? മങ്കിയായിരുന്നു നമ്മുടെ കാറ് റെഡിയാക്കി തന്നതില്ലയോ. പുള്ളിക്കാരൻ കാറൊക്കെ റെഡിയാക്കിയിട്ട് എന്ത് പറഞ്ഞു? ദ കാർ ഈസ് റെഡി എന്ന് പറഞ്ഞു ഇല്ലയോ. പിന്നെ എന്താണ്? ക്യാൻ യു റിപ്പയർ ദ കാർ എന്ന് പറഞ്ഞതാരാ? അത് നമ്മുടെ എലിഫൻ്റ് ആണ് പറഞ്ഞത് ഇല്ലയോ. ക്യാൻ യു റിപ്പയർ ദ കാർ,
എന്ന് നമ്മുടെ മങ്കിയോട് പറഞ്ഞതാരായിരുന്നു? നമ്മുടെ എലിഫൻ്റ് ആയിരുന്നില്ലയോ? അപ്പം നമ്മുടെ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കണം, കഥ വായിക്കണം. ടീച്ചറുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്